ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഈയിടെ റിലീസായ നല്ലൊരു പ്രണയ നാടകീയ സങ്കല്പവുമായി വന്ന പ്രേമിൻ ചോട് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ നഗരത്തിൽ 2 പേർ 16 വയസ്സുള്ള ഒരു കോളേജ് പെൺകുട്ടിയെ പിന്തുടർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് പോകുന്നു. ഈ വിവരം പോലീസിനും മാധ്യമങ്ങൾക്കും ലഭിക്കുകയും പെൺകുട്ടിയെ കൊന്ന അജ്ഞാതർ ആരാണെന്നും എന്തിനാണ് അവളെ ഇത്ര ക്രൂരമായി കൊന്നതെന്നും കണ്ടെത്താനുണ്ടെന്ന് എല്ലാ TV ചാനലുകളിലും വാർത്ത വരുന്നു. ഇവിടെ നിന്നും സിനിമയുടെ കഥ കുറച്ച് മാസങ്ങൾ പിന്നോട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ലാളസ എന്ന പോളിടെക്നിക് വിദ്യാർത്ഥിനിയെ കാണിക്കുന്നു. ലാളസയുടേത് ഒരു ചേരിയിൽ താമസിക്കുന്ന ഇടത്തരത്തിൽ താഴെയുള്ള ഒരു കുടുംബമാണ്. ലാളസ പഠിക്കുന്ന പോളിടെക്നിക് കോളേജിന് അടുത്തായി ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ മിക്കവാറും ഈ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ വന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യാറുണ്ട്. ഒരു ദിവസം ലാളസ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ കമലിനെ പിന്തുടർന്ന് അവന്റെ വീടിനടുത്ത് എത്തുന്നു. ലാളസയെ ശ്രദ്ധിച്ച കമൽ, നീ പോളിടെക്നിക് വിദ്യാർത്ഥിനിയല്ലേ, എന്തിനാണ് എന്നെ പിന്തുടരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ലാളസ, സാർ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ബിന്ദു എന്ന ചേച്ചി എന്നെ റാഗ് ചെയ്യുകയാണ്. അവരാണ് സാറിന്റെ വിലാസം കണ്ടെത്താൻ പറഞ്ഞത്. കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ഇത് കേട്ട കമൽ, ശരി, എന്റെ ഫോൺ നമ്പർ എടുത്തോളൂ, ഇനി ഞങ്ങളുടെ കോളേജിലെ ആരെങ്കിലും റാഗ് ചെയ്ത് ബുദ്ധിമുട്ടിച്ചാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ലാളസയുടെ ഫോണിൽ തന്നെ നമ്പർ സേവ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലാളസ ഇല്ല സാർ എന്ന് മറുപടി പറയുന്നു. അതോടെ കമലിന് സന്തോഷമാവുന്നു. കോളേജിൽ ലാളസയും അവളുടെ ഉറ്റ സുഹൃത്തായ കൃഷ്ണവേണിയും വളരെ അടുത്ത കൂട്ടുകാരാണ്. ലാളസയ്ക്ക് അല്പം ഭയക്കൂടുതലുണ്ട്. ഇരുവരും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്. അടുത്ത ദിവസം ലാളസയും കൃഷ്ണവേണിയും കോളേജിലേക്ക് പോകുന്നു. ഉച്ചഭക്ഷണ സമയത്ത് ബിന്ദു ലാളസയെ വിളിച്ച്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, അവന്റെ വിലാസം കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നു. ലാളസ, അവൻ എന്നെ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിട്ടു മാഡം എന്ന് പറയുന്നു. ബിന്ദു ചിരിച്ചുകൊണ്ട്, വിലാസം വേണ്ട, ദാ അവിടെ കമൽ അവന്റെ കൂട്ടുകാരായിരിക്കുന്നുണ്ട്, പോയി അവന്റെ ജന്മദിനം എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് വാ, ഞാൻ തന്നാണെന്ന് പറഞ്ഞ് അവനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് വാ എന്ന് പറയുന്നു. ഇത് കേട്ട ലാളസ ഭയത്തോടെ കമലിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം പറയുന്നു. കമൽ, ബിന്ദുവിന്റെ ശല്യം കൂടുന്നുണ്ടല്ലോ, ഈ റാഗിങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ കോളേജിലേക്ക് പൊക്കോ എന്ന് പറയുന്നു. ലാളസ പോകാൻ ഒരുങ്ങുമ്പോൾ കമൽ അവളെ തടഞ്ഞു നിർത്തി, എന്റെ സുഹൃത്ത് സ്വേച്ഛ അടുത്ത ആഴ്ച ഒരു പാർട്ടി നടത്തുന്നുണ്ട്, നിങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് കുറച്ചു പേരെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ, അതിൽ നീയും ഉണ്ട്, വരണം, വേണമെങ്കിൽ നിന്റെ കൂട്ടുകാരിയും കൂടെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ് അവളെ അയക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കമലിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് സ്വേച്ഛയും നന്ദയും. അടുത്ത സീനിൽ ലാളസ പാർട്ടിയെക്കുറിച്ച് കൃഷ്ണവേണിയോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. കൃഷ്ണവേണി, അവർ നമ്മളെ അവിടെ വെച്ച് റാഗ് ചെയ്യോ എന്ന് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ലാളസ, കമൽ സാർ അങ്ങനെയല്ല, അദ്ദേഹം നല്ലവനാണ്, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സമാധാനിപ്പിക്കുന്നു. കോളേജിൽ ലാളസയും കൂട്ടുകാരിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗമാരക്കാരായതുകൊണ്ട് സംസാര വിഷയം മുഴുവൻ പ്രണയത്തെക്കുറിച്ചായിരുന്നു. ഞാനിതുവരെ 3 ആൺകുട്ടികളെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന് അവളുടെ സുഹൃത്ത് പത്മ, നീ ഫേസ്ബുക്കിൽ നിന്റെ ഫോട്ടോയുടെ കൂടെ ഫോൺ നമ്പറും ഇട്, 3 അല്ല 300 പേർ നിന്റെ പിന്നാലെ വരും എന്ന് പറയുന്നു. ഈ ആശയം ഇഷ്ടപ്പെട്ട ലാളസ ഫേസ്ബുക്കിൽ തന്റെ ഫോൺ നമ്പർ ഇടുന്നു. പിന്നെ പറയേണ്ടതില്ലല്ലോ, ലാളസയുടെ ID കണ്ട ആൺകുട്ടികളെല്ലാം അവളെ ഫോൺ ചെയ്ത്, നീ വളരെ സുന്ദരിയാണ്, ഹീറോയിനെ പോലുണ്ട്, നമുക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായി ആൺകുട്ടികളെ വിളിക്കുന്നത് ലാളസയ്ക്ക് സന്തോഷം നൽകി. സീൻ കട്ട് ചെയ്യുമ്പോൾ കമൽ പറഞ്ഞ പാർട്ടി ദിവസം ലാളസയും കൃഷ്ണവേണിയും വളരെ വൈകിയാണ് എത്തുന്നത്. അവരെ കണ്ട സ്വേച്ഛ, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, എല്ലാവരെയും പരിചയപ്പെട്, ധൈര്യമായി സംസാരിക്കുക, അവരുടെ ഫോൺ നമ്പറുകൾ വാങ്ങ് എന്ന് പറഞ്ഞ് ധൈര്യം നൽകുന്നു. എന്നിട്ട് ലാളസയ്ക്ക് സാരസ് എന്നൊരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവർ ലക്ഷ്മിയുടെ സഹോദരനാണ്. ഒരു അറ്റൻഡറിൽ നിന്ന് സൂപ്പർവൈസർ തലത്തിലേക്ക് ഉയർന്നവനാണ്. പഠിപ്പില്ലെങ്കിലും എല്ലാവരുമായി ധൈര്യത്തോടെ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഈ നിലയിലെത്തിയത് എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട ലാളസ സാരസിനോട് നമ്പർ ചോദിച്ചു വാങ്ങുന്നു. അപ്പോൾ സ്വേച്ഛ ലാളസയോട് അടുക്കളയിൽ പോയി ജ്യൂസ് ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. എന്നാൽ ഗ്ലാസ് കയ്യിൽ നിന്ന് വഴുതി താഴെ വീണ് കയ്യിൽ മുറിവുണ്ടാവുന്നു. അവിടെ ഉണ്ടായിരുന്ന കമൽ ഇത് കണ്ട് അവളുടെ കൈ പിടിച്ച് മുറിവിൽ ബാൻഡേജ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ലാളസ കമലിനോട് ധൈര്യമായി സംസാരിക്കുന്നു. കമലും അവളോട് അടുത്ത് സംസാരിക്കുന്നുണ്ട്. നീ പോളിടെക്നിക് അല്ലേ പഠിക്കുന്നത്, ഇങ്ങനെയാണോ ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ ഇടുന്നത്, എത്ര വലിയ പ്രശ്നമാവെന്നറിയോ എന്ന് ചോദിച്ച് അവളുടെ ഫോണിൽ നിന്ന് നമ്പർ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. അതിന് ലാളസ, അന്ന് സാർ ഇതേ ചോദ്യം ചോദിച്ചാണല്ലോ, എന്നെ ആര് പ്രണയിക്കാനാണ് സാർ എന്ന് പറയുന്നു. സമയം വൈകിയതുകൊണ്ട് കൃഷ്ണവേണി ലാളസയോട് വീട്ടിൽ പോകാമെന്ന് പറയുന്നു. അപ്പോൾ കമൽ, ലാളസയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടോളാം, നീ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. കൃഷ്ണവേണി അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് കമൽ ലാളസയുമായി സംസാരിച്ച് മനോഹരമായ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ആ സ്ഥലം ലാളസയ്ക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. അവിടെ വെച്ച് അവർ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമലിന് ലാളസയെ ഇഷ്ടമാണ്. കൗമാരക്കാരിയായ ലാളസയ്ക്ക് തന്നേക്കാൾ പ്രായക്കൂടുതലുണ്ടെങ്കിലും
സുന്ദരനായ കമലിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അന്നു മുതൽ ലാളസയും കമലും എല്ലാ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. അടുത്ത സീനിൽ ഒരു ദിവസം കമലും ലാളസയും സിനിമയ്ക്ക് പോയ വിവരം ബിന്ദു അറിയുന്നു. അവൾ ദേഷ്യത്തോടെ ലാളസയെ കൂട്ടുകാരുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്യുന്നു. ലാളസയ്ക്ക് ഇത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. വിവരം അറിഞ്ഞ കമൽ ലാളസയെ കാണാൻ വന്ന്, ആരെങ്കിലും കണ്ടാൽ നിനക്ക് പ്രശ്നമാവുമെന്ന് നീ മുൻപേ പറഞ്ഞതാണ്, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എന്നെ വിളിക്കാൻ ഞാൻ നിനക്ക് നമ്പർ തന്നതല്ലേ. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. നാളെ മുതൽ നീ എന്റെ കൂടെ തന്നെ നിന്നോ. നിന്നെ ആര് തൊടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇന്നു മുതൽ നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. എനിക്ക് നിന്നോട് പണ്ടേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. അത് കേട്ട് ലാളസ സന്തോഷിക്കുന്നു. ഇതുവരെ എന്നോട് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കമൽ, അപ്പോൾ നിനക്ക് എന്നെ പണ്ടേ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുന്നു. ലാളസ, അതെ, ഇഷ്ടമാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, വളരെ ശാന്തനും മാന്യനുമാണ്. എന്റെ കൈ മുറിഞ്ഞപ്പോൾ നിങ്ങൾ പരിഭ്രമിച്ച് ബാൻഡേഡ് വെച്ച് തന്നു. എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. എന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നിങ്ങളെ പോലെ അത്ര സൗന്ദര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് കമലിന്റെ കൈ പിടിക്കുന്നു. കമൽ അവളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നു. അന്നു മുതൽ ഇരുവരും കൂടുതൽ അടുത്തു. ഇതിനിടയിൽ ലാളസയുടെ സുഹൃത്ത് ശക്തിയും ഒരു ആൺകുട്ടിയെ പ്രണയിക്കുകയും അവനുമായി കറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം ശക്തി ലാളസയോട്, എന്റെ കാമുകൻ എന്നെ എല്ലാ ദിവസവും ബൈക്കിൽ നാട് ചുറ്റി കാണിക്കുകയും ഐസ്ക്രീം ഷോപ്പിലും കോഫി ഷോപ്പിലും കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിന്റെ കമൽ നിന്നെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ലാളസ അന്ന് വൈകുന്നേരം കമലിനെ കണ്ട്, നിങ്ങൾ എന്നെ ബൈക്കിൽ നാട് ചുറ്റി കാണിക്കില്ലേ, ഐസ്ക്രീം ഷോപ്പിലും കോഫി ഷോപ്പിലും കൊണ്ടുപോകില്ലേ എന്ന് ചോദിക്കുന്നു. കമൽ, നമ്മൾ പ്രണയത്തിലല്ലേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ലാളസ, വെറും പ്രണയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. കമലിന്റേത് ഒരു സാധാരണ കുടുംബമാണ്. അവന് അമ്മയും ഒരു സഹോദരിയുമുണ്ട്. നന്നായി ആലോചിച്ച ശേഷം ലാളസ കമല് തന്നോട് ഇഷ്ടമുണ്ടെങ്കിലും തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിച്ച് സ്വന്തം ചെലവുകൾ നോക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾ കമലിന്റെ സുഹൃത്ത് സ്വേച്ഛയെ കണ്ട് തനിക്ക് ബസ് പാസിന് പോലും പണമില്ലെന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണെന്നും പറഞ്ഞ് ഒരു പാർട്ട് ടൈം ജോലി ശരിയാക്കി തരാൻ അപേക്ഷിക്കുന്നു. സ്വേച്ഛ അവളെ മാർക്കറ്റിൽ കടകൾ നടത്തുന്ന സാരസിന്റെ അടുത്തേക്ക് അയക്കുന്നു. സാരസ് ലാളസയ്ക്ക് അവിടെ ഒരു കടയിൽ പാർട്ട് ടൈം ജോലി നൽകുകയും മാസത്തിൽ 3000 രൂപ ശമ്പളം നൽകാമെന്ന് പറയുകയും ചെയ്യുന്നു. ലാളസ സന്തോഷത്തോടെ സാരസിന് നന്ദി പറയുന്നു. അപ്പോൾ സാരസ് ലാളസയുടെ ഫോൺ നമ്പർ വാങ്ങുകയും അവളോടൊപ്പം ഒരു സെൽഫി എടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ലാളസയെ പിന്തുടർന്നു വന്ന കമലും കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ലാളസ കൃഷ്ണവേണിയോട്, സ്വേച്ഛ മാഡം മാർക്കറ്റ് യാർഡിൽ സാരസ് സാറിന്റെ അടുത്ത് ഒരു ജോലി ശരിയാക്കി തന്നു. മാസം 3000 രൂപ ശമ്പളം. ഇനി എന്റെ ചെലവുകൾക്ക് ആരോടും പണം ചോദിക്കേണ്ട എന്ന് സന്തോഷത്തോടെ പറയുന്നു. ഇത് കേട്ട കൃഷ്ണവേണി, ആദ്യം ഈ കാര്യം കമലിനോട് പറ എന്ന് പറയുന്നു. ലാളസ, അവൻ എന്നെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് അവൻ മാർക്കറ്റ് വരെ എന്നെ പിന്തുടർന്നത് എന്ന് മറുപടി നൽകുന്നു. കൃഷ്ണവേണി, അത് സംശയമല്ല, നിന്നോടുള്ള സ്നേഹമാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് പിന്തുടർന്നതായിക്കൂടെ എന്ന് പറയുമ്പോഴേക്കും കമൽ അവിടേക്ക് വരുന്നു. കമൽ ലാളസയോട്, എന്താ ജോലിക്കായി ശ്രമിക്കുകയാണെന്ന് കേട്ടു, വീട്ടിൽ പ്രശ്നമാണെന്ന് സ്വേച്ഛയോട് പറഞ്ഞുവെന്നും കേട്ടു, എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. ലാളസ, എനിക്ക് എന്റേതായ ചെലവുകളില്ലേ, നീ എന്തായാലും കൊണ്ടുവന്ന് തരില്ലല്ലോ, അതുകൊണ്ട് എന്റെ പണം ഞാൻ തന്നെ സമ്പാദിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. കമൽ, എന്താ ലാളസ നിന്റെ പ്രശ്നം, 2 ദിവസമായി നീ ഒരുമാതിരി പെരുമാറുന്നു എന്ന് ചോദിക്കുമ്പോൾ ലാളസ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നു. കമൽ, അപ്പോൾ നീ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന് വികാരഭരിതനായി ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കണ്ട കൃഷ്ണവേണി, എന്താ നീ കമലിനോട് അങ്ങനെ സംസാരിച്ചത്, ഇത്രയും കാലം നിന്റെ കൂടെ നിന്ന് നിന്നെ സഹായിച്ചവനല്ലേ എന്ന് ചോദിക്കുന്നു. ലാളസ, നീ എന്താ അവനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇത് കേട്ട കൃഷ്ണവേണി, നീ കമലിനെ അവൻ എന്നാണോ വിളിക്കുന്നത്, നീ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം അവരുടെ സുഹൃത്തായ പത്മയും കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ ലാളസ കോളേജിൽ പോകാതെ മാർക്കറ്റിലെ സാരസിന്റെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി. കമലുമായുള്ള സംസാരം പൂർണ്ണമായി നിർത്തി. മാർക്കറ്റിൽ എല്ലാ ദിവസവും സാരസിനെ കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അവർ കൂടുതൽ അടുത്തു. തുടക്കത്തിൽ ലാളസയ്ക്ക് സാരസിനോട് പ്രത്യേക ഇഷ്ടമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ കൗമാരപ്രായമായതുകൊണ്ടും സാരസ് അവളോട് അല്പം കരുതൽ കാണിക്കുകയും സഹായിക്കുകയും ചെയ്തപ്പോൾ അവൾ അവനുമായി കൂടുതൽ അടുത്തു. സാരസിന് ലാളസയെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. സാരസ് ലാളസയുമായി സെൽഫികൾ എടുത്ത് സ്വേച്ഛയ്ക്ക് അയച്ചു കൊടുത്തു. അത് കണ്ട് സ്വേച്ഛയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇതിനിടയിൽ ലാളസയെ ദേഷ്യം പിടിപ്പിക്കാനായി പത്മ കമലിന്റെ അടുത്തേക്ക് ചെന്ന് ലാളസയെ കുറിച്ച് സംസാരിക്കുന്നു. അവൾ കോളേജിലേക്ക് ശരിക്കും വരുന്നില്ല, നിനക്കൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളുമായി എന്ത് കാര്യം, നീ തന്നെ പറഞ്ഞോ എന്ന് മറുപടി നൽകുന്നു. അപ്പോൾ പത്മ കമലിനോടൊപ്പം ഒരു സെൽഫി എടുത്ത് ലാളസയ്ക്ക് അയച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ട് അസൂയ തോന്നിയ ലാളസ ഉടൻ തന്നെ കമലിനെ വിളിച്ച്, ഹായ് അണ്ണാ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ലാളസയുടെ ശബ്ദം കേട്ട കമൽ കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് ആലോചിച്ച്, കോളേജിൽ നിന്നെക്കുറിച്ചും നിന്റെ ജോലിയെക്കുറിച്ചും മോശമായി സംസാരിക്കുന്നു. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ദിവസത്തിന് ശേഷം നീ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല. കുറച്ചുനാൾ നീ എന്നെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു വോയിസ് മെസ്സേജ് അയക്കുന്നു. കോൾ കട്ട് ചെയ്തതിൽ വിഷമിച്ച ലാളസ സാരസിനെ വിളിച്ച് സംസാരിക്കുന്നു. സാരസ് അവളോട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ, എന്നെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാരും മനസ്സിലാക്കുന്നില്ല, മിസ് യു എന്ന് പറയുന്നു. ഇത് കേട്ട് സാരസ് വളരെ സന്തോഷിക്കുന്നു.
അതേസമയം സാരസ് അയച്ച വോയിസ് മെസ്സേജ് കേട്ട ലാളസ ഐ മിസ് യു കമൽ എന്ന് മറുപടി അയക്കുന്നു. അത് കണ്ട കമലും ഐ മിസ് യു എന്ന് തിരിച്ചയക്കുന്നു. ലാളസ പറഞ്ഞത് കേട്ട സാരസും മിസ് യു ലല്ലി എന്ന് മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കണ്ട ലാളസ വളരെ സന്തോഷിക്കുന്നു. ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി പക്വതയില്ലാത്ത പ്രായത്തിൽ പ്രണയവും ആകർഷണവും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ തുടങ്ങിയ പ്രണയക്കളി ഇപ്പോൾ ഒരു ത്രികോണ പ്രണയത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഇതെവിടെ അവസാനിക്കുമെന്ന് കണ്ടറിയണം. നന്നായി ആലോചിച്ച ശേഷം കമൽ ലാളസയുമായി ഉണ്ടായ വഴക്കോർത്ത് അവളെ എങ്ങനെയും സന്തോഷിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ 20,000 രൂപ വേണമെന്ന് ചോദിക്കുന്നു. മകൻ എഞ്ചിനീയറിംഗ് അവസാന വർഷം കഴിഞ്ഞാൽ ജോലി കിട്ടി തന്നെയും മകളെയും സന്തോഷത്തോടെ നോക്കുമെന്ന് കരുതിയ അമ്മ മകളുടെ വിവാഹത്തിനായി കഷ്ടപ്പെട്ട് സമ്പാദിച്ച 20,000 രൂപ നൽകുന്നു. ആ പണം കൊണ്ട് കമൽ ലാളസയ്ക്ക് ഒരു സ്വർണ്ണമാല വാങ്ങി നൽകുന്നു. ലാളസ വളരെ സന്തോഷിച്ച് ഇനി നമ്മുടെ ഇടയിൽ വഴക്കുകൾ വരരുത്, നിനക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എന്റെ കൂടെ എടുക്കണം, മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പം കാണിക്കണ്ട എന്ന് പറയുന്നു. അന്നു മുതൽ അവൾ കമലുമായി വീണ്ടും അടുത്തു. കമൽ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങി ലാളസയെ ഐസ്ക്രീം ഷോപ്പുകളിലും കോഫി ഷോപ്പുകളിലും കൊണ്ടുപോവുകയും ബൈക്കിൽ നാട് ചുറ്റിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം കമൽ ലാളസയോട് നിനക്ക് ഞാനൊരു സ്വർണ്ണ മോതിരവും വാങ്ങിത്തരാം, ആ മാർക്കറ്റിലെ ജോലിയൊന്നും ഉപേക്ഷിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ലാളസ മറുപടിയൊന്നും പറയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ സാരസ് ലാളസയെ വിളിച്ച് ഞാൻ നഗരത്തിൽ ഒരു ആവശ്യത്തിന് വന്നിട്ടുണ്ട്, നീ വീട്ടിലേക്ക് വാ, വിലാസം അയക്കാം, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. ലാളസ സാരസിന്റെ വീട്ടിലെത്തുന്നുണ്ട്. പുറത്തുണ്ടായിരുന്ന താക്കോലെടുത്ത് അകത്തേക്ക് കടക്കുമ്പോൾ സാരസിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന സുജാത ലാളസയെ കണ്ട് സാറ് വിളിച്ചിട്ടാണോ വീട്ടിലേക്ക് വന്നത്, അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഇങ്ങനെ എവിടെ വിളിച്ചാലും പോകരുത് എന്ന് ഉപദേശിക്കുന്നു. എന്നാൽ ലാളസ അത് കേൾക്കാതെ വീടിനകത്തേക്ക് പോകുന്നു. അത്രയും വലിയ വീട് ആദ്യമായി കണ്ട് അവൾ അത്ഭുതപ്പെടുന്നു. സാരസ് വരുന്നതിന് മുമ്പ് ഫ്രഷായി ആ വലിയ വീട്ടിൽ ചുറ്റിക്കറങ്ങി സന്തോഷത്തോടെ ഫ്രിഡ്ജിലിരുന്ന ബിയർ എടുത്ത് കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നു. സാരസ് വന്നപ്പോൾ അതെല്ലാം അവൻ കാണാതിരിക്കാൻ ബാഗിൽ ഒളിപ്പിക്കുന്നു. അപ്പോൾ സാരസ് ലാളസയുടെ അടുത്തേക്ക് വന്ന് ഒരു ഷോർട്ട് ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ട് ഇത് ധരിക്കും, നമുക്ക് ക്ലബിൽ പോകാം എന്ന് പറയുന്നു. ആ ഡ്രസ്സ് കണ്ട ലാളസ ആദ്യം ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നു. എന്നാൽ കൗമാരപ്രായമായതുകൊണ്ടും എല്ലാം അറിയാനുള്ള ആകാംക്ഷ കൊണ്ടും അവൾ സാരസിനോടൊപ്പം ക്ലബിലേക്ക് പോകുന്നു. സാരസ് അവളോട് നീ വരുമെന്ന് ഞാൻ കരുതിയില്ല, ഡ്രിങ്ക് കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് വീട്ടിൽ നിന്നും കഴിക്കാറുണ്ട് എന്നവൾ പറയുന്നു. സാരസ് നിർബന്ധിച്ചപ്പോൾ അവൾ മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ ലാളസ കമൽ സ്നേഹത്തോടെ നൽകിയ സ്വർണ്ണമാല ഊരി സാരസിന്റെ കഴുത്തിലിട്ട് ഇതെന്റെ സമ്മാനമാണ് എന്ന് പറയുന്നു. അത് കണ്ട സാരസ് ഈ മാല വാങ്ങാൻ നിനക്ക് എവിടെ നിന്ന് പണം കിട്ടി എന്ന് ചോദിക്കുന്നു. കോളേജ് ഫീസ് കൊണ്ട് വാങ്ങി എന്നവൾ കള്ളം പറയുന്നു. സാരസ് ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൾക്ക് പണം കൊടുത്ത് കോളേജ് ഫീസ് അടയ്ക്കാൻ പറയുന്നു. ആ പണം കണ്ട് ലാളസ വളരെ സന്തോഷിക്കുന്നു. സാരസ് അവർ രണ്ടുപേരുടെയും സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ ലാളസയെ ചുംബിച്ചുകൊണ്ട് ഒരു സെൽഫി കൂടി എടുക്കുന്നു. ലാളസ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്. ഓഫീസിൽ വെച്ച് ഞാൻ വസ്ത്രം മാറുമ്പോൾ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, അത് പാടില്ല എന്നും പറയുന്നു. സാരസ് വിഷമിക്കുന്നത് കണ്ട് ലാളസ വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ച് ചുംബിച്ച് ചിരിക്കുന്നു. അന്നു മുതൽ ഇരുവരും കൂടുതൽ അടുത്തു. അതോടെ സാരസ് മാർക്കറ്റിലെ ഓഫീസിൽ പോകാതെ എപ്പോഴും ലാളസയോടൊപ്പം കറങ്ങി നടക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. സാരസ് ലാളസയുമായി ക്ലബിൽ വെച്ചെടുത്ത ഫോട്ടോകൾ സ്വേച്ഛയ്ക്ക് അയച്ചു കൊടുത്തു. അത് കണ്ട സ്വേച്ഛ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ തന്റെ സുഹൃത്ത് ലക്ഷ്മിയെ വിളിച്ച് നിന്റെ സഹോദരൻ എനിക്ക് വൃത്തികെട്ട ഫോട്ടോകൾ അയക്കരുതെന്ന് എന്ന് പറയുന്നു. ലക്ഷ്മി അവൻ പറഞ്ഞാൽ കേൾക്കില്ല, അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് മറുപടി നൽകുന്നു. മറ്റൊരു വശത്ത് ലാളസ സാരസ് നൽകിയ പണം കൊണ്ട് ഷോപ്പിംഗ് മാളിൽ പോയി പുതിയ വസ്ത്രങ്ങളും പുതിയ ഫോണും വാങ്ങി സാരസിനെ വിളിച്ച് എവിടെയാണ്, വേഗം ഷോപ്പിംഗ് മാളിലേക്ക് വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നു. സാരസ് അപ്പോൾ കൂട്ടുകാരുമായി ബാറിൽ മദ്യപിക്കുകയായിരുന്നു. അവൻ ലാളസയോട് താനിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ലാളസ അവിടെ നിന്ന് പോകുമ്പോൾ അതേ ഷോപ്പിംഗ് മാളിൽ വന്ന കമൽ അവളെ കണ്ട് സന്തോഷിച്ച് ഐസ്ക്രീം ഷോപ്പിൽ ഇരിക്കുന്ന തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ലാളസയുടെ മുൻപിൽ വെച്ച് പത്മ മനഃപൂർവ്വം കമലുമായി അടുത്തിടപഴകാൻ ശ്രമിക്കുന്നത് കണ്ട് ലാളസയ്ക്ക് ദേഷ്യം വന്ന് കമലിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കമൽ, പത്മ എന്നോട് അടുത്തിടപഴകുന്നതും സെൽഫി എടുക്കുന്നതും നിനക്ക് ഇഷ്ടമല്ല അല്ലേ, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ലാളസ കമലിനോടൊപ്പം ഒരു സെൽഫിയും അവനെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് മറ്റൊരു സെൽഫിയും എടുക്കുന്നു. തന്നോട് ലാളസയ്ക്ക് അത്രയധികം സ്നേഹമുണ്ടെന്ന് കരുതി കമൽ സന്തോഷിക്കുന്നു. ഈ സെൽഫി എനിക്ക് അയച്ചതാ എന്നവൻ പറയുമ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് പുതിയ ഫോൺ തന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ കമലിന് നൽകുന്നു. അപ്പോൾ കമൽ ലാളസയുടെ കഴുത്തിൽ മാലയില്ലാത്തത് കണ്ട് മാല എവിടെ എന്ന് ചോദിക്കുന്നു. എവിടെയോ വീണുപോയി എന്നവൾ കള്ളം പറയുന്നു. കുറച്ചു നേരം കമലുമായി സംസാരിച്ച ശേഷം അവൾ സാരസ് ഇരിക്കുന്ന ബാറിലേക്ക് പോകുന്നു. സാരസ് കൂട്ടുകാരുമായി മദ്യപിക്കുന്നത് കണ്ട് ഞാൻ വിളിച്ചിട്ടും വരാതെ കൂട്ടുകാരുമായി മദ്യപിക്കുകയാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ബസ്സിൽ വീട്ടിലേക്ക് പുറപ്പെടുന്നു. രാത്രി 10 മണി കഴിഞ്ഞതുകൊണ്ട് അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. ലാളസ ഫോൺ എടുത്ത് ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ലാളസ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. എങ്ങനെ വീട്ടിൽ പോകുമെന്നോർത്ത് ഉടൻ കമലിനെ വിളിച്ച് ബൈക്കുമായി വരാൻ പറയുന്നു. കമൽ സുഹൃത്തിന്റെ ബൈക്കും എടുത്ത് വന്ന് അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം അവിടുത്തെ ഒരു കടക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സാരസ് ലാളസയെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ലാളസ
നിങ്ങൾ ഈയിടെയായി എന്നേക്കാൾ കൂടുതൽ കൂട്ടുകാരുടെ കൂടെയാണ് എന്ന് പറയുന്നു. സാരസ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിന്നേക്കാൾ വലുതായി ആരുമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ലാളസ അവനൊരു സർപ്രൈസ് കാണിക്കുന്നു. സാരസിന്റെ പേരിലെ ആദ്യ അക്ഷരമായ എസ് തന്റെ അരക്കെട്ടിൽ ടാറ്റു ചെയ്ത് കാണിക്കുന്നു. അത് കണ്ട് സാരസ് വളരെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ലാളസ നാളെ തന്റെ ജന്മദിനമാണ് എന്ന് പറയുന്നു. സാരസ് അവൾക്ക് ആശംസകൾ നേർന്ന് കൂട്ടുകാർക്ക് പാർട്ടി കൊടുക്കാൻ പണവും നൽകുന്നു. ലാളസ സന്തോഷത്തോടെ തന്റെ കൂട്ടുകാർക്കും കമലിനും ഫോൺ ചെയ്ത് നാളെ തന്റെ ബർത്ത്ഡേ ആണെന്നും ഒരു ഐസ്ക്രീം ഷോപ്പിൽ പാർട്ടി നൽകുന്നുണ്ടെന്നും പറഞ്ഞ് ക്ഷണിക്കുന്നു. അടുത്ത ദിവസം എല്ലാവരും ഐസ്ക്രീം ഷോപ്പിലെത്തി ലാളസയെ വിഷ് ചെയ്യുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പത്മ ലാളസയെ ദേഷ്യം പിടിപ്പിക്കാനായി കമലുമായി അടുത്ത് സംസാരിക്കുന്നു. ലാളസയുടെ ഉറ്റ സുഹൃത്തായ കൃഷ്ണവേണി ഒരു ചെറിയ സമ്മാനം നൽകുമ്പോൾ ലാളസ അതിനെ പുച്ഛത്തോടെ കാണുന്നു. അപ്പോൾ ശക്തി, നീ കൊള്ളാമല്ലോ ലാളസ, സാധാരണ കാമുകിമാർ കാമുകന്മാരെ കൊണ്ടാണ് പിറന്നാൾ പാർട്ടി നടത്താറ്, പക്ഷെ നീ നിന്റെ പിറന്നാളിന് കാമുകനും കൂട്ടുകാർക്കും പാർട്ടി കൊടുക്കുന്ന നിലയിലെത്തിയല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട് കമലിന് കുറ്റബോധം തോന്നി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ലാളസ അവൾ തമാശയ്ക്ക് പറഞ്ഞാണ് നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ടും കമൽ കേൾക്കാതെ പോകുന്നു. കമൽ വീട്ടിൽ പോയി അമ്മ അറിയാതെ അമ്മ സൂക്ഷിച്ചു വെച്ച പണം എടുത്ത് ലാളസയ്ക്ക് പിറന്നാൾ സാരി വാങ്ങിക്കൊടുക്കാൻ ഒരു കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കമൽ സാരി വാങ്ങിക്കൊടുക്കുമ്പോൾ ലാളസ ട്രയൽ റൂമിൽ പോയി സാരി ഉടുത്ത് വീഡിയോ കോൾ ചെയ്ത് സാരസിനെ കാണിച്ച് അവൻ ഇഷ്ടപ്പെട്ട സാരിയാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് കമലിനോട് ബൈ പറഞ്ഞ് അതേ സാരി ഉടുത്ത് സാരസിന്റെ അടുത്തേക്ക് പോയി. ഇരുവരും ബൈക്കിൽ കറങ്ങി നടന്ന് ആസ്വദിക്കുന്നു. അപ്പോൾ ലാളസ സാരസിനോട് 30,000 രൂപ വേണമെന്ന് ചോദിക്കുന്നു. സാരസ് അത്രയും പണം നിനക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ലാളസ എന്തിനാണെന്നോ, നിനക്ക് വേണ്ടി ഞാൻ നിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ടാറ്റു ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അവളുടെ പ്രണയത്തിൽ മയങ്ങിയ സാരസ് തന്റെ ATM കാർഡ് അവൾക്ക് നൽകുന്നു. മറ്റൊരു വശത്ത് കമൽ ലാളസയെ പുറത്തു കൊണ്ടുപോകാനായി സ്വേച്ഛയുടെ അടുത്ത് ചെന്ന് 5,000 രൂപ കടം ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വേച്ഛ, നീ തെറ്റാണ് കമൽ ചെയ്യുന്നത്, ഒരു കാലത്ത് നീ കോളേജിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു, ഫീസ് അടയ്ക്കാൻ എത്ര കഷ്ടപ്പാടാണെന്ന് എനിക്കറിയാം, എന്നിട്ടിപ്പോൾ പ്രണയത്തിന്റെ പേരിൽ ലാളസയുടെ പിന്നാലെ നടന്ന് നിന്റെ അമ്മ കഷ്ടപ്പെട്ട് സമ്പാദിച്ച നിന്റെ സഹോദരിയുടെ വിവാഹത്തിനുള്ള പണം വരെ നീ ഉപയോഗിച്ചു. ഇത് അവസാന വർഷമാണ്, പഠനത്തിൽ ശ്രദ്ധിക്ക്. ലാളസയുടേത് കൗമാരപ്രായമാണ്, പ്രണയവും ആകർഷണവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത പ്രായം. എന്റെ വാക്ക് കേട്ട് അവളെ ഉപേക്ഷിച്ച് പഠനത്തിൽ ശ്രദ്ധിക്കേ എന്ന് പറയുന്നു. ഇത് കേട്ട കമൽ ദേഷ്യത്തോടെ, വെറും 5,000 രൂപ ചോദിച്ചതിന് ഇത്രയും പറയുന്നോ? ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അവൾക്ക് ഞാൻ സമ്മാനങ്ങൾ നൽകുന്നത് കണ്ട് നിനക്ക് അസൂയാണ് എന്ന് പറയുന്നു. സ്വേച്ഛ, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഒരു ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ഞാനിത് പറഞ്ഞത്. എനിക്ക് അവളോട് അസൂയാണെന്നോ? എങ്കിൽ നീ സത്യം മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ലാളസ സാരസുമായിട്ടുള്ള ഫോട്ടോകളെല്ലാം കാണിക്കുന്നു. അവളുടെ പ്രണയം നിന്നെ പോലെ എത്ര പേർക്ക് പങ്കുവെക്കുന്നുണ്ടെന്ന് നോക്ക് എന്ന് പറയുന്നു. ആ ഫോട്ടോകൾ കണ്ട് കമലിന്റെ തല കറങ്ങുന്നു. ലാളസ പ്രണയത്തിന്റെ പേരിൽ തന്നെ വഞ്ചിക്കുകയാണെന്നും മറ്റൊരാളുമായി കറങ്ങി നടക്കുകയാണെന്നും മനസ്സിലാക്കി അവൻ ദേഷ്യത്താൽ വിറയ്ക്കുന്നു. ഉടൻ തന്നെ ലാളസ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് ചെന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൾ ബോസുമായി ബാറിലേക്ക് പോയെന്ന് അറിയുന്നു. കമൽ അവിടേക്ക് ചെന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ സാരസും ലാളസയും മദ്യപിച്ച് റൊമാൻസ് ചെയ്യുന്നത് കാണുന്നു. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കമൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം കമൽ ലാളസയെ ഫോൺ ചെയ്തെങ്കിലും അവൾ എടുക്കുന്നില്ല. കാരണം അപ്പോൾ അവൾ സാരസിനൊപ്പമായിരുന്നു. നന്നായി ആലോചിച്ച കമൽ സാരസും ലാളസയെക്കുറിച്ചുമുള്ള സത്യം അറിയണമെന്ന് കരുതി ലാളസ കമലിനെ ചുംബിക്കുന്ന സെൽഫി സാരസിന് അയച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ട് ഞെട്ടിയ സാരസ് ലാളസയെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ആരടാ നീ എന്ന് കമലിന് മെസ്സേജ് അയക്കുന്നു. കമൽ സാരസിനെ ഒരിടത്തേക്ക് വരാൻ പറയുന്നു. അങ്ങനെ ഇരുവരും ഒരിടത്ത് കണ്ടുമുട്ടുന്നു. അപ്പോൾ കമൽ സാരസിനോട്, അവൻ അവസാന സെമിസ്റ്റർ പാസ്സാകുമോ എന്ന് പോലും എനിക്കറിയില്ല, എന്റെ സഹോദരിയുടെ വിവാഹത്തിനായി കരുതി വെച്ച പണമെല്ലാം ഇവളുടെ പ്രണയത്തിൽപ്പെട്ട് ഞാൻ ചെലവഴിച്ചു. ഇപ്പോൾ നിന്റെ കഴുത്തിലുള്ള സ്വർണ്ണമാല പോലും ഞാൻ അവൾക്ക് കൊടുത്തതാണ് എന്ന് പറയുന്നു. സാരസ്, അവൾ ഇങ്ങനത്തെ ഒരുവളാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അറിയാതെ നിന്നോടും നീ അറിയാതെ എന്നോടും അവൾ പ്രണയം നടിച്ചു. ഞാൻ അവൾക്ക് വേണ്ടി 70,000 രൂപ ചെലവഴിച്ചു. ഇപ്പോൾ നിന്റെ കയ്യിലുള്ള ഫോൺ പോലും ഞാൻ അവൾക്ക് കൊടുത്തതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. കമൽ, നമുക്ക് അവൾക്ക് ഒരു അവസരം കൂടി കൊടുത്താലോ എന്ന് ചോദിക്കുന്നു. സാരസ്, ഇത്രയും വഞ്ചിച്ചവൾക്ക് ഇനിയും അവസരം കൊടുക്കണമെന്നാണോ? ശരി, നാളെ അവളെ മൈലാറം തടാകത്തിനരികിലേക്ക് വരാൻ പറ, ഞാനും അവിടേക്ക് വരാൻ പറയാം. അവൾ ആദ്യം ആരുടെ അടുത്തേക്ക് വരുന്നു? ലാളസ അവർക്കുള്ളതാണ് എന്ന് പറയുന്നു. കമലും സമ്മതിക്കുന്നു. അടുത്ത സീനിൽ കമലും സാരസയും വെവ്വേറെ ലാളസയെ വിളിച്ച് മൈലാറം തടാകത്തിനരികിലേക്ക് വരാൻ പറയുന്നു. അടുത്ത ദിവസം ലാളസ അവിടേക്ക് പോകുന്നു. അവൾ ആദ്യം സാരസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ കാത്തു നിന്ന കമൽ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവനെ കണ്ടിട്ടും ലാളസ കള്ളം പറയുന്നു. സാരസ് തന്റെ ബോസ് ആണെന്നും കമൽ ഉറ്റ സുഹൃത്താണെന്നും പറയുന്നു. സ്വർണ്ണമാലയെ കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റൊരു കള്ളം പറയുന്നു. അതോടെ ഇരുവർക്കും ദേഷ്യം വരുന്നുണ്ട്. സാരസ് അവളുടെ കർണത്തടിക്കുന്നു. എന്നാൽ കമൽ ലാളസയുടെ വഞ്ചന സഹിക്കാനാവാതെ മുൻകൂട്ടി കരുതിയ കത്തിയെടുത്ത് അവളെ ആക്രമിച്ച് നീ എന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇരുവരും ചേർന്ന് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ അടുത്തുള്ള ചിലർ ഇത് കണ്ട് ഓടി വന്ന് ബഹളം വെച്ചപ്പോൾ കമലും സാരസും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ലാളസയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. അവൾ സുഖം പ്രാപിക്കുന്നു. വിവരമറിഞ്ഞ സ്വേച്ഛ ആശുപത്രിയിലെത്തി ലാളസയോട് സംഭവിച്ചതെല്ലാം ചോദിച്ചറിയുന്നു. ഇങ്ങനെ സംഭവിക്കാൻ 3 പേരും തെറ്റുകാരാണ് എന്ന് പറഞ്ഞ് കള്ളന്മാർ അവളുടെ കഴുത്തിലെ മാലയ്ക്ക് വേണ്ടി ആക്രമിച്ചതാണെന്ന് പോലീസിനോട് പറയാൻ ലാളസയെ പ്രേരിപ്പിക്കുന്നു.
എന്നിട്ട് അവളോട് ഈ ലോകത്ത് പ്രണയിക്കുന്നതിനേക്കാൾ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അനുഭവിക്കാനുമുണ്ട്. നിന്റെ പ്രായം വളരെ ചെറുതാണ്. നിന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യ്. ആദ്യം നന്നായി പഠിക്ക്, മറ്റൊരു കോളേജിൽ ചേര് എന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ കമലും സാരസും അവിടേക്ക് വരുന്നുണ്ട്. അവരെ കണ്ട സ്വേച്ഛ അവരുടെ കർണത്തടിക്കുന്നു. നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കമൽ അവൾ ചെയ്തതിനേക്കാൾ വലിയ തെറ്റോ എന്ന് ചോദിക്കുന്നു. സ്വേച്ഛ അവൾ കൗമാരക്കാരിയാണ്, പക്വതയില്ല. പ്രണയവും ആകർഷണവും തമ്മിലുള്ള വ്യത്യാസം അവൾക്കറിയില്ല. നിങ്ങൾക്ക് പക്വതയുണ്ടല്ലോ. അവൾ ചെയ്തത് തെറ്റാണെങ്കിൽ നിന്റെ അമ്മ സഹോദരിയുടെ വിവാഹത്തിനായി കരുതി വെച്ച പണം മോഷ്ടിച്ച നീ ചെയ്തതും തെറ്റല്ലേ? പിന്നെ പണം കൊടുത്ത് അവളുമായി അടുക്കാൻ ശ്രമിച്ച നീ ചെയ്തതും തെറ്റല്ലേ? തെറ്റും ശരിയും അറിയാത്ത ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത് ഇതിലും വലിയ തെറ്റ്. ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, അവൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വരില്ല എന്ന് പറയുന്നു. ഇരുവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലാളസ തന്റെ തെറ്റ് മനസ്സിലാക്കി മറ്റൊരു കോളേജിൽ ചേരുന്നു. തന്റെ ഉറ്റ സുഹൃത്തായ കൃഷ്ണവേണിയെയും മറ്റു കൂട്ടുകാരെയും കണ്ട് അവരോട് മോശമായി പെരുമാറിയതിന് ക്ഷമ ചോദിച്ച് വീണ്ടും ഒന്നിക്കുന്നു. അപ്പോൾ ശക്തി നൽകിയ സമ്മാനം തുറന്നു നോക്കുമ്പോൾ അതിൽ സമയം ഒരു വരദാനമാണ്, അത് പാഴാക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. സിനിമയുടെ അവസാനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൗമാരം എന്നത് അറിവിന്റെയും അറിവില്ലായ്മയുടെയും പ്രായമാണെന്നും അതുകൊണ്ട് ആ പ്രായത്തിൽ പ്രേമിക്കരുത് എന്ന വാക്കുകളോടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങളുടെ അരികിലേക്ക് എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.